ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഇത്ര വലിയ ഈഗോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ ആയിഷ ബീവിക്കെതിരെ ഒരു ആരോപണമൊക്കെ ഉണ്ടായ കഥ നിങ്ങൾക്ക് അറിയായിരിക്കാം. എല്ലാ ആൾക്കാരും ഒന്നടങ്കം ആയിഷ ബീവിയെ കുറ്റപ്പെടുത്തി. അപ്പോഴാളുടെ മനസ്സിലുണ്ടായിരുന്നു, പ്രവാചകനെങ്കിലും എന്നെ മനസ്സിലാക്കുന്നു. പക്ഷെ പ്രവാചകൻ അഹ്കുമു അല ലവാഹിർ എന്ന് പറഞ്ഞ പോലെ ആയിഷ ബീവിനെ തൻ്റെ വീട്ടിൽ കൊണ്ടാക്കി, ഇവിടെ നിന്നോന്ന് പറഞ്ഞു. കാരണം ഇത് തെളിയിക്കപ്പെടുന്നവരെ ഇവിടെ നിന്നോന്ന്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പിന്നീട് ഒഫീഷ്യൽ മെസ്സേജ് വരികയാണ്, ആയിഷ ബീവി നിരപരാധിയാണെന്ന് അറിയിക്കുന്ന ഖുർആനിക വചനം. ഇത് ഓതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, അബിശിരി ആയിഷ, ആയിഷ എടി സന്തോഷിക്ക്, നീ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ആ സമയത്ത് ആയിഷ ബീവിയുടെ അടുത്ത് നിന്നിട്ട് ഒരു ഉമ്മയും പറയുന്നുണ്ട്, ആയിഷ നീ നബിനോട് എന്തെങ്കിലും നന്ദി വർത്താനൊക്കെ പറയടി. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, ഫവല്ലാഹി ലാ അഹ്മദു ഇല്ലല്ലാഹ അസ്സ വജല്ല ഹുവല്ലദി മൻ ബറഅനി. എന്നെ ഇതിൽ നിന്ന് നിരപരാധിയാക്കിയത് മൂപ്പരല്ല, പടച്ചോനാണ്. അതുകൊണ്ട് പടച്ചോന് നന്ദി പറയേണ്ട കടമേ എനിക്കുള്ളൂ. ഇത് ശരിക്കും നബിനോടുള്ളൊരു ദേഷ്യമാണോ? ദേഷ്യമല്ല. എന്നാ ദേഷ്യമല്ലേ? ദേഷ്യമാണ്. പെണ്ണാണോ? അനുവദിച്ചു കൊടുക്കുക. അതിൽ നബിക്കും പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.